السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിലെ 55-ാം അധ്യായം സൂറത്തുർ റഹ്മാനിലെ 1 മുതൽ 57 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചു മനസ്സിലാക്കിയത്. അൽഹംദുലില്ലാഹ്. സ്വർഗത്തിലെ സുഖാനുഗ്രഹങ്ങളെ സംബന്ധിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത്. അള്ളാഹുവിൻ്റെ മഖാമിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്ക് 2 സ്വർഗമുണ്ട്. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. തൻ്റെ രക്ഷിതാവിൻ്റെ സ്ഥാനത്തെ ഭയപ്പെടുന്നവർക്ക് 2 സ്വർഗമുണ്ട്. ആ സ്വർഗത്തിൻ്റെ അവസ്ഥകളെ സംബന്ധിച്ച് വിശദീകരിച്ച് അവിടെയുള്ള ഇണകളെ സംബന്ധിച്ചാണ് വിശദീകരിക്കുന്നത്. അവരുടെ ദൃഷ്ടികൾ താഴ്ത്തുന്നവരായിരിക്കും. അവർക്ക് അല്ലാഹു നൽകിയ ഭർത്താക്കന്മാരെയല്ലാതെ അവർ മറ്റൊന്നും ഉദ്ദേശിക്കാത്തവരായിരിക്കും. തുടങ്ങിയ അവരുടെ മഹനീയമായ അവസ്ഥകളാണ് വിശദീകരിക്കുന്നത്. ശേഷം 58-ൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നമുക്ക് പരിശോധിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കഅന്നഹുന്നൽ യാഖൂതു വൽ മർജാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ فبأي آلاء ربكما تكذبان ومن دونهما جنتان فبأي آلاء ربكما تكذبان مدهامتان فبأي آلاء ربكما تكذبان فيهما عينان نضاختان فبأي آلاء ربكما تكذبان فيهما فاكهة ونخل ورمان فبأي آلاء ربكما تكذبان فيهن خيرات حسان فبأي آلاء ربكما تكذبان حور مقصورات في الخيام فبأي آلاء ربكما تكذبان لم يطمثهن إنس قبلهم ولا جان فبأي آلاء ربكما تكذبان متكئين على رفرف خضر وعلى
عبقري حسان فبأي آلاء ربكما تكذبان تبارك اسم ربك ذي الجلال والإكرام. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിലെ ഇണകളെ സംബന്ധിച്ച് പറയുന്നത് കഅന്നഹുന്നൽ യാഖൂതു വൽ മർജാൻ. കഅന്നഹുന്ന അവർ പോലെയുണ്ട്. എന്തുപോലെ? അൽ യാഖൂത്തു. യാഖൂത്ത് എന്ന് പറഞ്ഞാൽ പവിഴം. വൽ മർജാൻ മുത്ത്, അല്ലെങ്കിൽ അൽ യാഖൂത്തു മാണിക്യം. വൽ മർജാൻ പവിഴവും പോലെ, മുത്തുപോലെ. യാഖൂത്ത് എന്ന് പറഞ്ഞാൽ രത്നം, അഥവാ ഒരു ഭാഗത്ത് നിന്ന് നോക്കിയാൽ അതിൻ്റെ അപ്പുറത്ത് കാണാൻ പറ്റും. ഇബ്നു ജരീർ ത്വബരി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞു, അൽ യാഖൂത്ത് അല്ലദീ യുറസ്സിൽ കുല്ലദീ ഫീഹി മിൻ വറാഇഹി. അതിൽ ഒരു സിൽക്ക്, ഒരു ഖൈത്ത്, ഒരു നൂല് എന്തെങ്കിലും അതിൻ്റെ ഉള്ളിലോ അതിൻ്റെ അപ്പുറത്തോ ഉണ്ടെങ്കിൽ ഇവിടുന്ന് നോക്കിയാൽ അങ്ങോട്ട് കാണാൻ പറ്റും, അപ്പുറത്തത് കാണാൻ പറ്റും. അങ്ങനെയുള്ള രത്നങ്ങൾക്ക് അല്ലെങ്കിൽ മാണിക്യത്തിനാണ് അൽ യാഖൂത്ത് എന്ന് പറയുന്നത്. വൽ മർജാൻ, മർജാൻ നമ്മൾ പഠിച്ചു, മുത്തിനാണ് മർജാൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്വർഗീയ സ്ത്രീകളെ സംബന്ധിച്ച് അവർ മാണിക്യം പോലെയാണ് എന്ന് പറയാൻ കാരണം ഫകദാലിക യുറാ മുഖ്ഫു സൂഖിഹിന്ന മിൻ വറാഇ അജ്സാമിഹിന്ന. അവരുടെ കണങ്കാലിൻ്റെ ഉള്ളിലുള്ള മജ്ജ വരെ പുറത്തുനിന്ന് നോക്കിയാൽ കാണാൻ പറ്റും, അത്രക്ക് സൗന്ദര്യമാണ് എന്നാണ്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇന്നൽ മർഅത മിൻ അഹ്ലിൽ ജന്ന ലിയുറാ ബയാദു സാഖിഹാ മിൻ വറാഇ 70 ഹുല്ലതൻ മിൻ ഹരീരിൻ വമുഖുഹാ വദാലിക അന്നല്ലാഹ തബാറക വതആല യഖൂൽ കഅന്നഹുന്നൽ യാഖൂതു വൽ മർജാൻ. സ്വർഗത്തിലെ സ്ത്രീകളുടെ കണങ്കാലിൻ്റെ വെളുപ്പ് 70 പട്ടുവസ്ത്രം കൊണ്ട് ധരിച്ചാൽ പോലും അതിൻ്റെ ഉള്ളിലൂടെ അതിൻ്റെ ആ വെളുപ്പും അതിൻ്റെ മജ്ജയും കാണാൻ സാധിക്കും. അതാണ് അൽ യാഖൂത്ത് വൽ മർജാൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നും ഉദ്ധരിക്കപ്പെടുന്നത് കാണാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിർറജുലി മിൻ അഹ്ലിൽ ജന്നത്തി സൗജത. സ്വർഗത്തിലെ ഒരാൾക്ക് ഏറ്റവും മിനിമം 2 ഇണകളുണ്ടാകും. മിനൽ ഹൂരിൽ ഈൻ, ഹൂറുലീങ്ങളിൽ നിന്ന് 2 ഇണകളുണ്ടാകും. അലാ കുല്ലി വാഹിദത്തിൻ 70 ഹുല്ല. 70ഓളം ആഭരണങ്ങൾ അല്ലെങ്കിൽ വസ്ത്രങ്ങൾ അവരുടെ ശരീരത്തിലുണ്ടാകും. യുറാ മുഖ്ഫു സാഖിഹാ മിൻ വറാഇ സിയാബ്. വസ്ത്രത്തിൻ്റെ പിറകിലൂടെ തന്നെ അവരുടെ കണങ്കാലിൻ്റെ മുഖ്, അതിൻ്റെ മജ്ജ, അതല്ലെങ്കിൽ അതിലൂടെ പോകുന്ന ഞരമ്പുകൾ ആ വെളുപ്പ് കൊണ്ട് കാണാൻ സാധിക്കുമെന്ന്. അതാണ് അൽ യാഖൂത്ത്. കഅന്നഹുന്നൽ യാഖൂത്ത്, അവർ മാണിക്യം പോലെയായിരിക്കും. വൽ മർജാൻ, മുത്തുപോലെ അല്ലെങ്കിൽ പവിഴം പോലെയായിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. എന്നിരിക്കെ നിങ്ങൾ ഇരു കൂട്ടരുടെയും രക്ഷിതാവിൻ്റെ ഏതേത് അനുഗ്രഹങ്ങളെയാണ് ഓ മനുഷ്യരെ അല്ലെങ്കിൽ ജിന്നുകളെ നിങ്ങൾ നിഷേധിക്കുന്നത്. അപ്പോൾ ഈ പറയപ്പെട്ട കാര്യം ജിന്നുകൾക്ക് അവരുടേതായ പ്രകൃതമനുസരിച്ചും മനുഷ്യർക്ക് അവരുടേതായ പ്രകൃതമനുസരിച്ചുമുണ്ടാകും. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു, ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ. ഹൽ, അല്ലയോ, ജസാഉൽ ഇഹ്സാൻ, സുഹൃതത്തിൻ്റെ പ്രതിഫലം. ജസാ എന്ന് പറഞ്ഞാൽ പ്രതിഫലം, ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ അഹ്സന യുഹ്സിനു ഇഹ്സാനൻ, സുഹൃതം, നന്മ.
നന്മയുടെ പ്രതിഫലം ഇല്ലൽ ഇഹ്സാൻ, തത്തുല്യമായ നന്മയല്ലയോ? അള്ളാഹുവിൻ്റെ ചോദ്യമാണ്. അപ്പോൾ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ച ആളുകൾക്ക് ഈ സ്വർഗീയ സുഖാനുഗ്രഹങ്ങളൊക്കെ നൽകപ്പെടാനുള്ള കാരണം അവർ ഇഹ്സാനിൻ്റെ ആളുകളായിരുന്നു. അതുകൊണ്ടാണ് ഹദീസു ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്ന് അഖ്ബിർനി അനിൽ ഇഹ്സാൻ, എന്താണ് ഇഹ്സാൻ എന്ന് എനിക്ക് പറഞ്ഞു തരൂ. പ്രവാചകൻ പറഞ്ഞു, അൻ തഅബുദല്ലാഹ് കഅന്നക തറാഹ് ഫഇല്ലം തകുൻ തറാഹ് ഫഇന്നഹു യറാക്. നീ അള്ളാഹുവിനെ കാണുന്നത് പോലെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യലാണ്, അല്ലെങ്കിൽ അള്ളാഹു നിന്നെ കാണുന്നുണ്ട് എന്ന ബോധത്തോടുകൂടി. അപ്പോൾ അങ്ങേയറ്റത്തെ ഇഖ്ലാസോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച സൽപ്രവർത്തനങ്ങളെല്ലാം കാഴ്ചവെക്കുന്ന ആളുകൾക്കാണ് ഇഹ്സാനിൻ്റെ ആളുകൾ എന്ന് പറയുന്നത്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നിങ്ങളിൽ നിന്ന് ഏറ്റവും നന്നായി ഇഹ്സാനോടുകൂടി അമല് ചെയ്യുന്നതാരാണ് എന്ന് പരിശോധിക്കാനാണ് അള്ളാഹു ജീവിതം സൃഷ്ടിച്ചത്. ജീവിതത്തിന് ശേഷമുള്ള മരണാനന്തരം ഉള്ള ഒരു ജീവിതവും അള്ളാഹു സൃഷ്ടിച്ചത് അമലുകളിൽ ഇഹ്സാൻ ഉണ്ടാകാനാണ്. അതാണ് അഹ്സന അമല എന്ന് പറയുന്നത്. എന്താണ് അഹ്സനു അമൽ? സലഫുകൾ വിശദീകരിച്ചു, അസ്വബുഹ വ അഖ്ലസുഹ. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ അസ്വബാണ്, അഖ്ലസാണ്. എന്താണ് അഖ്ലസ് എന്ന് പറഞ്ഞാൽ? അയ്യകൂന ലില്ലാഹ്, നിങ്ങൾ ഒരു അമല് ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം, അവൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചായിരിക്കണം. രണ്ടാമത്തത് അലസുന്ന, നബി പഠിപ്പിച്ചതുപോലെയുമായിരിക്കണം. ഇഖ്ലാസ് മാത്രം പോരാ, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെ ചെയ്യണം. സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി ഖുദൂ അന്നി മനാസികക്കും വമാ ആതാകുമുർ റസൂലു ഫഖുദൂ വമാ നഹാകും അൻഹു ഫൻതഹൂ വഖൈറുൽ ഹദീ ഹദിയു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വശർറുൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാല. അപ്പോൾ ഏറ്റവും നല്ല ചര്യ റസൂലുള്ളാഹിൻ്റെ ചര്യയാണ്. ഏറ്റവും മോശമായത് റസൂല് പഠിപ്പിക്കാത്ത ബിദ്അത്തുകളാണ്. പുതുതായി കെട്ടിച്ചമച്ച് ഓരോരുത്തരും അവനവൻ്റെ ഇഷ്ടമനുസരിച്ച് നല്ലതല്ലേ എന്ന് വിചാരിച്ച് ചെയ്യുന്നതെല്ലാം മോശമാണ്. അപ്പോൾ ഒരു വ്യക്തിക്ക് ഇൻഡിവിജ്വലായി നല്ലതാണെന്ന് തോന്നുന്നത് മോശമാണെന്ന് വളരെ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു. മറിച്ച് അതിന് ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും പിൻബലമുണ്ടാകണം. ഇങ്ങനെ ഇഖ്ലാസും സുന്നത്തും ഒത്തുവന്നാൽ അതിനാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. അപ്പോൾ മാത്രമാണ് ഒരു അമൽ ഇഹ്സാനായി പരിഗണിക്കപ്പെടുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ. ഇത് ഇസ്ലാമിലെ ഒരു ഖാഇദ കൂടിയാണ്, പഠിച്ചു വെക്കുക. ഈ ആയത്ത് ഇസ്ലാമിലെ സുപ്രധാനമായൊരു ഖാഇദയാണ്. എന്താണ് ആ ഖാഇദ? ആ ഖാഇദ എന്ന് പറയുന്നത്, എന്തൊരു പ്രവൃത്തിയാണോ ചെയ്യുന്നത് ആ പ്രവൃത്തിയുടെ സ്വഭാവമനുസരിച്ചായിരിക്കും പ്രതിഫലം. അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ. അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ സ്വഭാവമനുസരിച്ച് അതിന് പ്രതിഫലം കിട്ടും. ഉദാഹരണത്തിന്, വല്ലാഹു ഫി ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫി ഔനി അഖീ. നിങ്ങൾ നിങ്ങളുടെ സഹോദരനെ സഹായിക്കുമ്പോൾ അള്ളാഹു നിങ്ങളെ സഹായിക്കും. നിങ്ങൾ നിങ്ങളുടെ സഹോദരന് മാപ്പ് കൊടുത്താൽ അള്ളാഹു നിങ്ങൾക്ക് മാപ്പ് തരും. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചാൽ അള്ളാഹു നിങ്ങളോട് കരുണ കാണിക്കും. നിങ്ങൾ മജ്ലിസിൽ വിശാലത കാണിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് വിശാലപ്പെടുത്തി തരും. നിങ്ങളൊരു മുസ്ലിമിൻ്റെ പ്രശ്നം മാറ്റിയാൽ ഖിയാമത്ത് നാളിൽ നിങ്ങളുടെ ഒരു പ്രശ്നം അള്ളാഹു മാറ്റിത്തരും. നിങ്ങൾ ഭൂമിയിൽ ഒരു മസ്ജിദ് ഉണ്ടാക്കിയാൽ തത്തുല്യമായൊരു വീട് നിങ്ങൾക്ക് അള്ളാഹു സ്വർഗത്തിൽ ഉണ്ടാക്കിത്തരും. നോക്കൂ, അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ. അപ്പോൾ ഇഹ്സാൻ, അള്ളാഹുവിനെ ഭയപ്പെട്ടുള്ള ജീവിതം, അതിന് പ്രതിഫലം തത്തുല്യമായ ഇഹ്സാനാണ്. അപ്പോൾ ഈ നൽകുന്നതൊക്കെ അതിനാണ്. നിങ്ങൾ ഒരുപാട് കാര്യങ്ങളിൽ നിന്ന്, ഭക്ഷണത്തിൽ നിന്ന് നിങ്ങൾ വിട്ടു നിന്നിട്ടുണ്ട് റഹ്മാനായ റബ്ബിനു വേണ്ടി. നിങ്ങൾ നോമ്പ് നോറ്റിട്ടുണ്ട്. പല ഭക്ഷണവും നിഷിദ്ധമായിരുന്നു. പക്ഷേ സ്വർഗത്തിൽ നിങ്ങൾക്ക് അള്ളാഹു അത് അനുവദിച്ച് തന്നിരിക്കുന്നു ഏറ്റവും വിശിഷ്ടമായ രൂപത്തിൽ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇണകളിൽ ഒതുങ്ങി നിൽക്കേണ്ടിയിരുന്നു. അതിന് കൃത്യമായ എണ്ണം നിശ്ചയിക്കപ്പെട്ടിരുന്നു. എന്നാൽ സ്വർഗലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് യഥേഷ്ടം ഇണകളെ നൽകുന്നതാണ്. അപ്പോൾ ഭൂമിയിൽ നിങ്ങൾ എന്ത് വിഷയത്തിലാണോ ത്യാഗം സഹിച്ചത് അത് അതിനേക്കാൾ മനോഹരമായി അള്ളാഹു നിങ്ങൾക്ക് നൽകും. ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ ഫബിഅയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ.
അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു വമിൻ ദൂനിഹിമാ ജന്നതാൻ. വമിൻ ദൂനിഹിമ, ദൂന എന്ന വാക്കിന് രണ്ടർത്ഥമുണ്ട്. പുറമേ എന്നും താഴെ എന്നും അർത്ഥമുണ്ട്. അപ്പോൾ വമിൻ ദൂനിഹിമ, ആ രണ്ട് സ്വർഗത്തിന് പുറമെ ജന്നതാൻ, രണ്ട് സ്വർഗം കൂടിയുണ്ട് എന്ന് പറഞ്ഞാൽ രണ്ട് തോപ്പുകൾ, സ്വർഗത്തിൽ തന്നെ രണ്ട് പൂന്തോപ്പുകൾ ഉണ്ട് എന്ന് പറഞ്ഞു. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ വമിൻ ദൂനിഹിമ ജന്നതാൻ. അതിനു പുറമെ വേറെയും രണ്ടുണ്ട്, അപ്പോൾ നാലുണ്ട് എന്നർത്ഥം ഒരു വ്യാഖ്യാന പ്രകാരം. രണ്ടാമതൊരു വ്യാഖ്യാനം ദൂന എന്ന് പറഞ്ഞാൽ താഴെ എന്നർത്ഥമുണ്ട്. എന്ന് പറഞ്ഞാൽ ദറജയിൽ അതിനേക്കാൾ താഴെയുള്ള രണ്ട് സ്വർഗം കൂടിയുണ്ട്. നമുക്കറിയാം സ്വർഗത്തിന് ഒരുപാട് ദറജകളുണ്ട്. ശുഹദാക്കൾക്ക് പോലും 100 ദറജകളുണ്ട്. അപ്പോൾ സ്വർഗത്തിൻ്റെ ദറജകൾ എത്രയാണ്? ഒരുപാട് ദറജകളുണ്ട്. അപ്പോൾ പൂന്തോപ്പിൻ്റെ സ്വഭാവമനുസരിച്ച് ദറജയിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ വമിൻ ദൂനിഹിമ, ഈ രണ്ട് സ്വർഗത്തേക്കാൾ ദറജയിൽ അല്പം താഴെയുള്ള രണ്ട് സ്വർഗമുണ്ട്. മഹാനായ ഇബ്നു സൈദ് റഹിമഹുല്ലാഹ് പറഞ്ഞതായി ഇബ്നു ജരീർ അത്ത്-തബരി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തി, ഹുമാ അദ്നാ മിൻ ഹാതൈൻ, ആദ്യം പറഞ്ഞ രണ്ടെണ്ണത്തിനേക്കാൾ താഴെയാണ് ലി അസ്ഹാബിൽ യമീൻ, അത് വലതുപക്ഷത്തിൻ്റെ ആളുകൾക്കുള്ളതാണ്. അപ്പോൾ വലതുപക്ഷത്തിൻ്റെ മേലുള്ളതാരാണ്? സാബിഖീങ്ങളാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത അധ്യായത്തിൽ അത് വിശദീകരിക്കുന്നുണ്ട്. വസ്സാബിഖൂന സാബിഖൂൻ ഉലൈകൽ മുഖറബൂൻ ഫീ ജന്നാത്തിൻ നഈം സുല്ലത്തും മിനൽ അവ്വലീൻ വഖലീലും മിനൽ ആഖിരീൻ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് അവർക്കുള്ളത് പറയുന്നുണ്ട്. സാബിഖീങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെയധികം മുൻകടന്ന ആളുകളാണ് നന്മയിൽ. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് അസ്ഹാബുൽ യമീൻ. അമ്മത്തുൽ മുസ്ലിമീൻ അസ്ഹാബുൽ യമീനിലായിരിക്കും. അപ്പോൾ ഇത് അസ്ഹാബുൽ യമീനിനുള്ള രണ്ട് സ്വർഗത്തെക്കുറിച്ചാണ് പറയുന്നത്. വമിൻ ദൂനിഹിമ ജന്നത്താൻ. ഇമാം ഹാക്കിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അൽ മുസ്തദറക്കിൽ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ജന്നത്താനി മിൻ ദഹബിൻ ലിസ്സാബിഖീൻ. അതാണ് വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ എന്ന് പറഞ്ഞത്. ജന്നത്താനി മിൻ ദഹബിൻ, അത് സ്വർണം കൊണ്ടുള്ള രണ്ട് സ്വർഗമാണ്. സ്വർണം കൊണ്ടുള്ള രണ്ട് സ്വർഗമാണ്. ലിസ്സാബിഖീൻ, അത് മുൻകടന്നവർക്കാണ്. വ ജന്നത്താനി മിൻ ഫിദ്ദത്തിൻ ലിത്താബിഈൻ, അവരെ ഇത്തിബാ ചെയ്തുകൊണ്ട് വരുന്ന ആളുകൾക്ക് വെള്ളി കൊണ്ടുള്ള രണ്ട് സ്വർണങ്ങളും. അപ്പോൾ അത് സ്വഹീഹായ ധാരാളം ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതാണ്. ഇമാം ബുഖാരിയും മുസ്ലിമും എല്ലാം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ജന്നതാനി മിൻ ദഹബിൻ വ ജന്നതാനി മിൻ ഫിദ്ദ, രണ്ട് സ്വർഗം ദഹബ് കൊണ്ട്, സ്വർണം കൊണ്ടാണ്. വ ജന്നതാനി മിൻ ഫിദ്ദ, രണ്ടെണ്ണം വെള്ളി കൊണ്ടുമാണ്. അതുകൊണ്ട് തന്നെ വമിൻ ദൂനിഹിമ, അതിൻ്റെ താഴെ ദറജയിൽ അതിൻ്റെ താഴെ രണ്ട് സ്വർഗമുണ്ടെന്ന് പറഞ്ഞത് മിൻ ഫിദ്ദ, വെള്ളി കൊണ്ടുള്ള രണ്ട് സ്വർണത്തെക്കുറിച്ചാണ്. ഇതിനി പറയാൻ പോകുന്നതൊക്കെ അസ്ഹാബുൽ യമീനിനാണ്. മാത്രമല്ല ഈ ആയത്തുകളുടെ കണ്ടന്റ് നോക്കിയാൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാകും ആദ്യം പറഞ്ഞതിനേക്കാൾ താഴെയുള്ള രണ്ട് സ്വർഗത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. ഫബിഅയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ, എന്നിരിക്കെ നിങ്ങളുടെ രക്ഷിതാവിൻ്റെ ഏതേത് അനുഗ്രഹങ്ങളെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്. മുദ്ഹാമ്മതാൻ, കടും പച്ചയണിഞ്ഞ രണ്ട് സ്വർഗങ്ങളാണത്. ഇദ്ഹാമ്മ യദ്ഹാമ്മു ഇദ്ഹിമാമൻ. ഇദ്ഹാമ്മ എന്ന് പറഞ്ഞാൽ കടും പച്ചയണയുക, അങ്ങേയറ്റം അവിടെയുള്ള ചെടികളുടെ വൃക്ഷങ്ങളുടെ അതിന് ലഭിക്കുന്ന വളം കൊണ്ട്, നനവ് കൊണ്ട് പച്ച പിടിച്ച് നിൽക്കുന്ന അവസ്ഥ. ഇബ്നു ജരീർ അത്ത്-തബരി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു, മുദ്ഹാമ്മതാൻ ഐ മുസ്വാദ്ദതാൻ. മുസ്വാദ്ദതൻ അഥവാ കറുപ്പിനോട്, പച്ചയുടെ കാഠിന്യം കൊണ്ട് കറുപ്പിലേക്ക് ചായ്ഞ്ഞു നിൽക്കുന്നു. മിൻ ഷിദ്ദത്തി ഖുദ്റതിഹിമാ, അതിൻ്റെ പച്ചയുടെ കാഠിന്യം കൊണ്ട് അസ്വദിനോട് ചായ്ഞ്ഞു നിൽക്കുന്ന കടും പച്ചയണിഞ്ഞ രണ്ട് സ്വർഗപ്പൂന്തോപ്പുകളാണത്. ഖദ്റാവാനി മിന റീ എന്നും കാണാം. അത്രയും അതിന് റീ അഥവാ അത്രയും
വെള്ളവും വളവും എല്ലാം ലഭിച്ചതുകൊണ്ട് കടും പച്ചയണിഞ്ഞ ഇടതൂർന്ന് നിൽക്കുന്ന, ഇടതിങ്ങി നിൽക്കുന്ന പച്ചപ്പാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ കടും പച്ചയണിഞ്ഞ, ഇദ്ഹാമ എന്ന് പറഞ്ഞാൽ കടും പച്ച അണിയുക, കറുപ്പിനോട് ചായ്വ് ഉണ്ടാകുന്ന ഒരു കളറാണത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞതിനേക്കാൾ അതിൻ്റെ താഴെയാണ് ഇത് എന്നതിന് ഈ പറഞ്ഞതിൽ തെളിവുണ്ട്. എങ്ങനെയാണത്? ആദ്യം പറഞ്ഞ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്താണ് പറഞ്ഞത്? ദവാത അഫ്നാൻ, അത് ഒരുപാട് ഐറ്റംസ് ഉണ്ട് എന്നാണ്, അൽവാനാണ്. പക്ഷെ ഇവിടെ പച്ചയെപ്പറ്റി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആദ്യം പറഞ്ഞത് അഫ്നാൻ, വ്യത്യസ്തങ്ങളായ കളറുകൾ, മഞ്ഞയും ചുവപ്പും പച്ചയും എല്ലാം നിറഞ്ഞ തോപ്പുകളാണത്. ഇവിടെ പറഞ്ഞപ്പോൾ ദവാറ്റ അഫ്നാൻ എന്ന് പറഞ്ഞില്ല, ബുദ്ഹാമതാൻ, കടും പച്ചയണിഞ്ഞ 2 പൂന്തോപ്പുകൾ. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ ഫീഹിമ. ഇനി ഈ പറഞ്ഞ ഈ 2 സ്വർഗത്തിലുമുണ്ട് ഐനാൻ, 2 അരുവികൾ. അത് നേരത്തെ പറഞ്ഞതിലുമുണ്ട്. പക്ഷേ ഈ അരുവികളുടെ പ്രത്യേകത നദ്ദാഖതാൻ. നദ്ദാഖ് എന്ന് പറഞ്ഞാൽ സീഗത്തുൻ മുബാലഗ മിൻ നദഖ, ഐ ഷദീദുൽ ഫൗറാൻ, ശക്തമായി ഒഴുകുന്നത് എന്നാണ് അർത്ഥം. ഷദീദുൽ ഫൗറാൻ, ശക്തമായി ഒഴുകുന്നത്. നദഖൽ മാഅ യൻദഖു നദ്ഖൻ, നദഖ എന്ന് പറഞ്ഞാൽ വെള്ളം തെറിപ്പിച്ചുകൊണ്ടുള്ള ഒഴുക്കാണ്. അതിൻ്റെ അടുത്ത് നിൽക്കുന്ന ആളുകളുടെ ശരീരത്തിലേക്ക് വെള്ളം തെറിക്കും. അങ്ങനെയുള്ള ഒഴുക്കിനാണ് എന്ത് പറയുന്നത്? ശക്തമായി ഒഴുകുക, അല്ലെങ്കിൽ വെള്ളം തെറിപ്പിച്ചുകൊണ്ട് ഒഴുകുക. അപ്പോൾ നദ്ദാഖത്ത് എന്ന് പറഞ്ഞാൽ ശക്തമായി ഒഴുകുന്നതാണത്, കുത്തി ഒഴുകുന്നതാണത്. അങ്ങനെ കുത്തി ഒഴുകുന്ന, സ്പീഡിൽ ഒഴുകുന്ന, വെള്ളം തെറിപ്പിച്ചുകൊണ്ട് ഒഴുകുന്ന 2 അരുവികളുണ്ട്. ചില മുഫസ്സിരിങ്ങൾ പറഞ്ഞത് അതിൽ നിന്ന് തന്നെ ഫ്രൂട്ട്സുകളും ചില പഴവർഗ്ഗങ്ങളും പുറത്തേക്ക് തെറിച്ചു വരും എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അഅലം. അപ്പോൾ ഫീഹിമ ഐനാനി നദ്ദാഖതാൻ, എന്നാൽ ആദ്യം പറഞ്ഞതോ ഫീഹിമ ഐനാനി തജ്രിയാൻ, അതിനൊരു ശാന്തത ഉണ്ട് എന്നാണ്. ജറ യജ്രി ജറയാൻ, അത് സഞ്ചരിക്കുന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇത് നദ്ദാഖതാൻ, കുത്തി ഒഴുകുന്നത്. 2നും 2 സ്വഭാവമാണ്, 2 ആസ്വാദനങ്ങളാണ്. വേറെ ചിലർ പറഞ്ഞു ഐ മുംതലിഅതാനി ലാ തൻഖതിആൻ, നിറഞ്ഞ അരുവികൾ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും മുറിഞ്ഞു പോകാത്ത, വെള്ളം വറ്റിപ്പോകാത്ത. നമ്മൾ ദുനിയാവിലെ പുഴ ഇന്നലെ കാണുന്നതല്ല ഇന്ന് കാണുക, പിന്നെ വറ്റി വറ്റി ചിലപ്പോൾ ഇല്ലാതാവും. അങ്ങനെ ഒരവസ്ഥ സ്വർഗലോകത്തില്ല, എപ്പോഴും ഒരേ അവസ്ഥയാണ്. അതാണ് നദ്ദാഖതാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ സംശയമല്ല, സ്വർഗത്തിലെ അരുവികളിൽ ഒരു കുറവുണ്ടാവില്ല, അതിലെ വെള്ളത്തിൽ ഒരു കുറവും ഉണ്ടാവുകയില്ല, അതിൻ്റെ പാനീയങ്ങളുടെ മധുരത്തിലോ ടേസ്റ്റിലോ ഒന്നിലും ഒരു കുറവുമുണ്ടാവുകയില്ല. ചില ഉലമാക്കൾ പറഞ്ഞു വൽ ജറയു അഖ്വാ മിനൻ നദ്ഖ്, വൽ ജറയു അഖ്വാ മിനൻ നദ്ഖ്, നദ്ഖിനേക്കാൾ ശക്തമായത് ജറയാൻ, ഫീഹിമ ഐനാനി തജ്രിയാൻ. എന്തായിരുന്നാലും ശരി, ആദ്യം പറഞ്ഞ സ്വർഗത്തിൻ്റെ അരുവികളേക്കാൾ ദറജയിൽ താഴെയാണ് രണ്ടാമതുണ്ടാവുക എന്നതിൽ സംശയം വേണ്ടതില്ല. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ ഫീഹിമാ ഫാകിഹത്തുൻ വനഖ്ലുൻ വറുമ്മാൻ. ഫീഹിമ, ഈ പറഞ്ഞ 2 സ്വർഗത്തിൽ, ഫാകിഹത്തുൻ പഴവർഗ്ഗമുണ്ട്, വനഖ്ലുൻ ഈത്തപ്പനയുണ്ട്, വറുമ്മാൻ മാതളവുമുണ്ട്, റുമ്മാൻ പഴവുമുണ്ട്. അപ്പോൾ ഫാക്കിഹത്തിൽ തന്നെയാണ് റുമ്മാനിനെയും നഖലിനെയും അറബികൾ എണ്ണിയിട്ടുള്ളത്. ഫാക്കിഹത്താണ്, അത് ഫ്രൂട്ട്സ് തന്നെയാണ്. എന്നിട്ടും ഇതിനെ വേറെ തന്നെ എടുത്തു പറഞ്ഞത് ഇതിൻ്റെ മഹത്വം കൊണ്ടാണ്. അതിലെല്ലാ പഴവർഗ്ഗങ്ങളുമുണ്ട്, പക്ഷേ നഖലും ഈത്തപ്പന അതിൽ പ്രത്യേകമാണ്, റുമ്മാൻ മാതളവും അവിടെ പ്രത്യേകം പറയപ്പെട്ടിട്ടുണ്ട്. ആ മാതളത്തിൻ്റെ നമുക്ക് റുമാമ്പഴത്തെക്കുറിച്ച് നമുക്കറിയാം. സ്വർഗത്തിലെ റുമാമ്പഴത്തിൻ്റെ തോലുകൊണ്ട് സ്വർഗത്തിലെ ഒരാൾക്ക് കുട പോലെ വെക്കാൻ പറ്റുന്നതാണ്, അത്രയും വലുതായിരിക്കും.
സ്വർഗീയമായ സുഖാനുഗ്രഹങ്ങളെക്കുറിച്ചും ഒക്കെ വളരെ വിശദമായി വിശദീകരിക്കുന്ന ഒരു ദർസ് നമ്മുടെ ഈ ഉള്ളവൻ നിർവഹിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ. നിങ്ങൾക്കത് സിറാജുൽ ഇസ്ലാം എന്ന് പറയുന്ന ആ ചാനലിൽ പോയാൽ, സ്വർഗവുമായി ബന്ധപ്പെട്ട പ്ലേലിസ്റ്റിൽ പോയാൽ, അവിടെയുള്ള ഓരോന്നും വേറെ വേറെ തന്നെ ഹദീസുകൾ കൊണ്ട്, ആയത്തുകൾ കൊണ്ട് വിശദീകരിക്കുന്ന ഒരു പഠന പരമ്പര തന്നെ നിങ്ങൾക്ക് കാണാം. 10ലധികം ദർസുകൾ ഉൾക്കൊള്ളുന്ന പരമ്പരയാണ്. സ്വർഗത്തിലെ പാത്രങ്ങൾ എങ്ങനെയാണ്, സ്വർഗത്തിലെ പഴവർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്, സ്വർഗത്തിലെ അരുവികൾ ഏതൊക്കെയാണ്, സ്വർഗത്തിൻ്റെ മണ്ണെന്താണ്, സ്വർഗത്തിലെ മണൽത്തരി എന്താണ്, സ്വർഗത്തിലെ ചുമരുകൾ എന്താണ്, അതിലെ നദികൾ എന്താണ്, അതിലെ കൗസറുകൾ എന്താണ്, അതിലെ പാത്രങ്ങൾ എങ്ങനെയാണ്, അവിടെയുള്ള വസ്ത്രങ്ങൾ എന്താണ്, അവിടുത്തെ ഇണകൾ എന്താണ്, അവിടുത്തെ വീടുകൾ എങ്ങനെയാണ്, അവിടുത്തെ വാതിലുകൾ എങ്ങനെയാണ്, എല്ലാം വിശദമായി അൽഹംദുലില്ലാ. പക്ഷേ അതെല്ലാം നാം ഇവിടെ ഇതിൻ്റെ തഫ്സീറിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നില്ല. ഫീഹിമാ ഫാക്കിഹത്തുൻ വനഖലുൻ വറുമ്മാൻ. എന്നാൽ ആദ്യം പറഞ്ഞ 2 സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴോ ഫീഹിമാ മിൻ കുല്ലി ഫാക്കിഹത്തിൻ സൗജാൻ. എല്ലാ ഫാക്കിഹത്തും എന്ന് പറഞ്ഞു, ഇവിടെ അത് പറഞ്ഞിട്ടില്ല, ഫാക്കിഹത്ത് എന്നേ പറഞ്ഞുള്ളൂ. മറ്റത് മിൻ കുല്ലി ഫാക്കിഹത്തിൻ സൗജാൻ എന്ന് പറഞ്ഞു, ഇവിടെ അതും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതും ആദ്യം പറഞ്ഞതിനേക്കാൾ ദറജയിൽ താഴെയാണ് ഈ 2 സ്വർഗലോകം എന്ന് മനസ്സിലാക്കാം. എന്നാലും അതെത്ര മനോഹരം. ഫീഹിമാ ഫാക്കിഹത്തുൻ വനഖലുൻ വറുമ്മാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ഫീഹിന്ന, അതിലുണ്ട്, അവയിലുണ്ട്, ഖൈറാത്തുൻ ഹിസാൻ. ഖൈറാത്ത് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ ഇണകളെക്കുറിച്ചാണ് ഈ പറയുന്നത്. ഫീഹിന്ന ഖൈറാത്തുൻ. ഖൈർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഖൈറത്ത്, ഖൈറാത്ത്, നല്ലവരായ സ്ത്രീകൾ. ഹിസാൻ എന്ന് പറഞ്ഞാൽ ഭംഗിയുള്ള സ്ത്രീകൾ. ഖതാദ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, ഇബ്നു ജരീർ അത്ത്-തബരി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു, യഖൂൽ ഫീ ഹാദിഹിൽ ജിനാൻ ഖൈറാത്തുൽ അഖ്ലാഖ്. അതാണ് ഖൈറാത്ത് എന്ന് പറഞ്ഞാൽ ഖൈറാത്തുൽ അഖ്ലാഖ്, സ്വഭാവം കൊണ്ട് ഏറ്റവും നല്ലവർ. ഹിസാനുൽ വുജൂഹ്, സൗന്ദര്യം കൊണ്ട് ഏറ്റവും ഭംഗിയുള്ളവർ. അപ്പോൾ അവരുടെ അകവും പുറവും സൗന്ദര്യം നിറഞ്ഞതാണ്. സ്വഭാവവും നല്ലതാണ്, സൗന്ദര്യവും നല്ലതാണ്. ദുനിയാവിൽ ഇതിൽ ചിലപ്പോൾ ഓപ്പോസിറ്റ് കാണാൻ പറ്റും. നല്ല സൗന്ദര്യമായിരിക്കും, സ്വഭാവം അടുക്കാൻ പറ്റാത്തതായിരിക്കും. എന്നാൽ കാണാൻ അത്ര ഭംഗിയൊന്നും ഉണ്ടാവില്ല, പക്ഷേ മഹനീയമായ പെരുമാറ്റമായിരിക്കും. സ്വർഗീയ സ്ത്രീകളുടെ പ്രത്യേകത ഖൈറാത്തുൻ, സ്വഭാവം അതിവിശിഷ്ടമാണ്. ഹിസാനുൻ, കാണാൻ അങ്ങേയറ്റം ഭംഗിയുള്ളവരുമായിരിക്കും. ഹിസാൻ എന്ന് പറഞ്ഞാൽ ജംഉ ഹസന, ഏറ്റവും നല്ല ഭംഗിയുള്ളവർ എന്നാണ് അർത്ഥം. അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞു, ഫീഹിന്ന ഖൈറാത്തുൻ ഹിസാൻ അൽ മുറാദു ഖൈറാത്തുൻ കസീറത്തുൻ ഹസനത്തുൻ ഫിൽ ജന്ന. അദ്ദേഹം പറയുന്നത് ഫീഹിന്ന ഖൈറാത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ നന്മകളുമുണ്ട് എന്നാണ്. ഖൈർ എന്ന് പറഞ്ഞാൽ നന്മകൾ. അപ്പോൾ ഖൈറാത്ത് പറഞ്ഞാൽ ഒരുപാട് ഖൈറാത്തുകൾ, ബറകാത്തുകൾ ഉണ്ട്. ഖാലഹു ഖതാദത്തു വഖീല ഖൈറാത്തുൻ ജംഉ ഖയ്യിറ. ഖയ്യിറയുടെ ബഹുവചനമാണ് ഖൈറാത്ത്. വഹിയൽ മർഅത്തു സ്വാലിഹത്തുൽ ഹസനത്തുൽ ഖുലുഖു അൽ ഹസനത്തുൽ വജ്ഹ്. ഖൈറാത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ സാലിഹത്തായ ഭംഗിയുള്ള സ്ത്രീകളെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. വറൂയ മർഫൂഅൻ അൻ ഉമ്മി സലമ. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു റിവായത്തിൽ കാണാം, ഹൂറുല്ലിങ്ങൾ സ്വർഗലോകത്ത് വെച്ച് പാട്ടുപാടും, നഹ്നുൽ ഖൈറാത്തുൽ ഹിസാൻ ഖുലിഖ്നാ ലി അസ്വാജിൻ കിറാം. ഞങ്ങൾ ഖൈറാത്തുകളും ഹിസാനുകളുമാണ്, ഏറ്റവും മുന്തിയ ഭർത്താക്കന്മാർക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ടവരാണ്. ഇന്ന അൻശഅനാഹുന്ന ഇൻഷാ. ഇൻഷാ അല്ലാഹ് അടുത്ത അധ്യായം സൂറത്തുർ റഹ്മാൻ പോലെ തന്നെ ഗാംഭീര്യമർഹിക്കുന്നൊരു അധ്യായമാണ് സൂറത്തുൽ വാഖിഅ. അത് മിസ് ചെയ്യാതിരിക്കുക ഇൻഷാ അല്ലാഹ്. അത്രയും ഗാംഭീര്യം നിറഞ്ഞൊരു അധ്യായമാണ് സൂറത്തുൽ വാഖിഅ. സൂറത്തുർ റഹ്മാനിലുള്ള വിഷയങ്ങളിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായ വിഷയവും ഗൗരവമുള്ള ചർച്ചകളും ഉൾക്കൊള്ളുന്നൊരധ്യായമാണ്. ആ അധ്യായത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഖൈറാത്ത് നന്മകളാവാം, സ്വാലിഹീങ്ങളായ സ്വാലിഹത്തുകളായ ഇണകളാകാം, അതേപോലെ തന്നെ ഹിസാനുൻ
അവർ ഭംഗിയുള്ളവരുമാണ്. ഫബി അയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ഹൂറുൻ മഖ്സൂറാത്തുൻ ഫിൽ ഖിയാം. ഹൂറുൻ മഖ്സൂറാത്തുൻ ഫിൽ ഖിയാം. ഹൂർ എന്ന് പറഞ്ഞാൽ വെളുപ്പ് എന്നാണ് അറബി ഭാഷയിൽ അതിൻ്റെ അർത്ഥം. ഹൂറുൻ യഅനി ബിഖൗലി ഹൂർ ബീദ്, വൈറ്റ് കളർ. വഹിയ ജംഉൻ ഹൗറാ വൽ ഹൗറാഉ അൽ ബൈദാ. ഹൗറാഇൻ്റെ ജംആൻ. ഹൗറാ എന്ന് പറഞ്ഞാൽ ബൈദാ, വെളുത്ത നിറമുള്ളവർ എന്നാണ് അർത്ഥം. ഹൂറുൽ ഈൻ എന്ന് പറഞ്ഞാൽ ഈ എന്ന് പറഞ്ഞാൽ ഐനിൽ നിന്ന് വന്നാണ്, അഥവാ വെളുത്ത കണ്ണ്, കറുകറുത്ത കൃഷ്ണമണി. കറുകറുത്ത കൃഷ്ണമണിയും കൃഷ്ണമണി അല്ലാത്തതൊക്കെ അങ്ങേയറ്റം വെളുപ്പുമുള്ളതിനാണ് ഹൂറുൽ ഈൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വിശാല നേത്രകൾ എന്നൊരർത്ഥം കൂടിയുണ്ട്. എന്തായിരുന്നാലും ശരി, സൗന്ദര്യമുള്ള ഹൂർ മഖ്സൂറാത്തുൻ. നമ്മൾ കഴിഞ്ഞ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു ഫീഹിന്ന ഖാസിറാത്തു ത്വർഫി. ഖസറ എന്ന് പറഞ്ഞാൽ ചുരുക്കുക, ഖാസിർ എന്ന് പറഞ്ഞാൽ ദൃഷ്ടി താഴ്ത്തുക, സ്വയം അടങ്ങി നിൽക്കുക. അത് തന്നെയാണ് അതിൻ്റെ മജ്ഹൂൽ വസ്നാണ് മഖ്സൂറ മഖ്സൂറാത്തുൻ, നിയന്ത്രിക്കപ്പെട്ടവർ. എവിടെ? ഫിൽ ഖിയാം, ഖൈമകളിൽ. ഐ ഫിൽ ബുയൂത്ത്. ഇവിടെ ഖൈമ കൊണ്ട് ഉദ്ദേശം ദാർ, വീടാണ്. ഖിയാം എന്നുള്ളത് ഖൈമയുടെ ജംആണ്, ബഹുവചനമാണ്. ടെൻറ്റുകളിൽ അഥവാ കൂടാരങ്ങളിൽ നിയന്ത്രിക്കപ്പെട്ടവരായിരിക്കും അവർ. മഖ്സൂറാത്തുൻ. ഇമാം മുജാഹിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഐ ഖസർന അൻഫുസഹുന്ന വഖുലൂബഹുന്ന വഅബ്സാറഹുന്ന അലാ അസ്വാജിഹിന്ന ഫലാ യുരിദ്ന ഗൈറഹും. അവർ അവരുടെ നഫ്സ്, അവരുടെ ശരീരത്തെ, അവരുടെ ഹൃദയത്തെ, അവരുടെ കണ്ണുകളെ അവരുടെ ഭർത്താക്കന്മാരിൽ മാത്രം ഒതുക്കുന്നതാണ്. ഫലാ യുരിദ്ന ഗൈറഹും, അതല്ലാത്ത ഒന്ന് അവരുദ്ദേശിക്കുക പോലുമില്ല. അതല്ലാത്ത ഒന്ന് അവർ ഉദ്ദേശിക്കുക പോലുമില്ല. അതാണ് അവിടെ മഖ്സൂറാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ ഖിയാം, ഈ ഖൈമ എന്ന് പറയുന്നത് സ്വഹീഹായ ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്ന ഫിൽ ജന്നത്തി ഖൈമ, സ്വർഗത്തിലൊരു ഖൈമയുണ്ട്, ഒരു കൂടാരമുണ്ട്. മിൻ ലുഅ്ലുഅത്തിൻ മുജവ്വഫ, ഒറ്റ മുത്തുകൊണ്ടുണ്ടാക്കപ്പെട്ടതാണ്. ആ ഖൈമ ഒറ്റ മുത്തുകൊണ്ട്, ഉള്ളു പൊള്ളയായ ഒറ്റ മുത്തുകൊണ്ടുണ്ടാക്കപ്പെട്ട ഖൈമയാണ്. അർദുഹാ സിത്തൂന മീല, അതിൻ്റെ വിസ്താരം എന്ന് പറയുന്നത് 60 മൈലാണ്. ഒരു കൂടാരത്തിൻ്റെ തന്നെ വലിപ്പം എന്ന് പറയുന്നത്, എന്ന് പറഞ്ഞാൽ ലുലു, ആ മുത്തിൻ്റെ വലിപ്പം തന്നെ 60 മൈലാണ്. ഫീ കുല്ലി സാവിയത്തിൻ മിൻഹ അഹ്ലുൻ, അതിൻ്റെ ഓരോ കോർണറിലും ഇണകളുണ്ടാകുന്നതാണ്. ഹൂറുൻ മഖ്സൂറാത്തുനുണ്ടാകും. മാ യറൗനൽ ആഖരീൻ, അവരിൽ ഒരു ടീം മറ്റേ ടീമിനെ പോലും കാണുന്നില്ല എന്നാണ്. അതിലൊരു ഇണകൾ ഈ സൗജിൻ്റെ മറ്റ് ഇണകളെ കാണുന്ന പോലുമില്ല. യതൂഫു അലൈഹിമുൽ മുഅ്മിനൂൻ, വിശ്വാസികൾ അവരിൽ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഒറ്റമുത്തുകൊണ്ടുള്ള ഖൈമകളെക്കുറിച്ച് സ്വഹീഹായ ഹദീസുകളിൽ കാണാം. ആ ഖൈമയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്, ഹൂറുൻ മഖ്സൂറാത്തുൻ ഫിൽ ഖിയാം. അപ്പോൾ ആദ്യം പറഞ്ഞ 2 സ്വർഗലോകത്തിലെ സ്ത്രീകളും ഇണകളും ഇവരും തമ്മിലുള്ള വ്യത്യാസം പദങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കി. അവരെക്കുറിച്ച് പറഞ്ഞപ്പോൾ എക്സ്ട്രാ പറഞ്ഞു, കഅന്നഹുന്നൽ യാഖൂതു വൽ മർജാൻ, അതിവിടെ പറഞ്ഞിട്ടില്ല. ഫീഹിന്ന ഖൈറാത്തുൻ ഹിസാൻ എന്ന് പറഞ്ഞു. 2 ഖാസിറാത്തു ത്വർഫി എന്നുള്ള ആ ഫിഅലിനെ അവരിലേക്ക് ചേർത്തു. ഇവിടെ മഖ്സൂറാത്തുൻ, നിയന്ത്രിക്കപ്പെടുന്നത് എന്നാണ് പറഞ്ഞത്. നിയന്ത്രിക്കലും നിയന്ത്രിക്കപ്പെടലും രണ്ടും രണ്ടാണ്. ഒന്ന് സ്വയം തന്നെ ചെയ്യുന്നതാണെങ്കിൽ മറ്റൊന്നതിന് നിർബന്ധിതരാണ്. ഹൂറുൻ മഖ്സൂറാത്തുൻ ഫിൽ ഖിയാം, അങ്ങനെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതിന് വജുഹുണ്ട് താനും, അല്ലാഹു അഅലം. അതേപോലെ തന്നെ ശ്രദ്ധിക്കുക, അവർ ഖൈമകളിൽ നിന്ന് പുറത്തിറങ്ങാത്തവരായിരിക്കുന്നതാണ്.
അപ്പം ചില ആളുകൾ ചോദിക്കും, സ്വർഗത്തിലും റെസ്ട്രിക്ഷനോ? ഈ ദുനിയാവിൽ എന്ത് ഹൈറാണോ അതേ ഹൈറ് തന്നെയാണ് സ്വർഗലോകത്തിലും. കാരണം ആ സ്വർഗത്തിൻ്റെ ഉള്ളിൽ, ഈ ഹൈമകൾക്കുള്ളിലുള്ളത്, സ്ത്രീകൾക്ക് അള്ളാഹു അവിടെ നൽകുന്ന പ്രകൃതമനുസരിച്ച് ആ ഹൈമയുടെ പുറത്തേക്ക് പോവേണ്ട ആവശ്യമില്ലാത്ത വിധം ഈ എല്ലാ സൗകര്യങ്ങളും അവിടെ ആയിരിക്കും ഉണ്ടാവുക. കാരണം സ്വർഗത്തിലൊരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെ കാണുന്ന മാതിരി ഒരു ചെറിയ കൂടാരമല്ല. സ്വർഗത്തെ പറ്റി പഠിക്കുമ്പോൾ അതിനെ മുഴുവനായിട്ട് പഠിക്കണം. ഒരു ഹൈമൻ്റെ തന്നെ നീളമാണ് 60 മൈൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനത്തെ എത്ര വീടുകളാണ് അവരുടെ സൗജന്യമുള്ളത്. അപ്പോൾ ഭർത്താവ് എവിടെയൊക്കെയാണോ അവിടെയൊക്കെ ഭാര്യ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. പക്ഷേ അവർക്ക് ആ ഇണകൾക്കപ്പുറത്തേക്ക് പോകുന്നൊരു അവസ്ഥ അവർക്ക് ഇല്ല. അതിൻ്റെ ആവശ്യം അവിടെ ഇല്ല. അവരുടെ ഭർത്താവ് തന്നെ സ്വർഗത്തിൽ നിങ്ങളെക്കാൾ മുന്തിയത് ഞങ്ങളൊന്നും കണ്ടിട്ടില്ല എന്നാണ് അവർ പറയുക എന്ന് നമ്മൾ കഴിഞ്ഞ ദർസിൽ മനസ്സിലാക്കി. സ്വർഗത്തിൽ ഒരു സ്ത്രീക്ക് ഏറ്റവും മുന്തിയ കാഴ്ച ഭർത്താവ് തന്നെയാണ്. അതിനേക്കാൾ മനോഹരമായതൊന്നില്ല. ഇല്ല അന്നളർ ഇല വജ്ഹില്ലാഹി തബാറക വതആല. അള്ളാഹുവിൻ്റെ മുഖത്തേക്ക് നോക്കുന്നതൊഴികെ അത് സ്വർഗത്തിലെ സുഖങ്ങളെക്കാൾ അപ്പുറത്താണ്. അത് കാണുമ്പോൾ സ്വർഗത്തിലെ സുഖങ്ങളൊക്കെ മറന്നു പോകുന്നതാണ്. അള്ളാഹുവിനെ കാണുമ്പോൾ ഉജൂഹു യൗമഇദിൻ നാദിറ നാദിറ ഇലാ റബ്ബിഹാ നാദിറ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അതിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ലം യത്മിസ്ഹുന്ന ഇൻസു ഖബ്ലഹും വലാ ജാൻ. 74 നേരത്തെ പറഞ്ഞത് അതിവിടെയും പറഞ്ഞു. ലം യത്മിസ്ഹുന്ന ഇൻസുൻ ഖബ്ലഹും വലാ ജാൻ. അവർക്ക് മുമ്പ് ജിന്നുകളോ മനുഷ്യരോ അവരെ സ്പർശിച്ചിട്ടേയില്ല. പരമപരിശുദ്ധരാക്കപ്പെട്ട ഇണകൾ. ലം യത്മിസ്ഹുന്ന ഇൻസുൻ ഖബ്ലഹും വലാ ജാൻ. അപ്പം അത് ഭൂമിയിലുള്ളവരല്ല, ഇത് വേറെ തന്നെയാണെന്ന് അർത്ഥം. ഭൂമിയിലുള്ളവരെ അവരുടെ ഭർത്താക്കന്മാർ സ്പർശിച്ചിട്ടുണ്ട്, മനുഷ്യർ സ്പർശിച്ചിട്ടുണ്ട്. ജിന്നുകളുടെ ഇണകളെ ജിന്നുകൾ സ്പർശിച്ചിട്ടുണ്ട്, മനുഷ്യരുടെ ഇണകളെ മനുഷ്യർ സ്പർശിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വേറെ തന്നെ നിർമ്മിതിയാണ്. ഇന്ന അൻഷഅനാഹുന്ന ഇൻഷാ. അത് സ്വർഗത്തിലേക്ക് വേണ്ടി മാത്രം അല്ലാഹു സൃഷ്ടിച്ചതാണ്. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ മുത്തക്കിഈന. ഇത്തക്കഅ എന്ന് പറഞ്ഞാൽ ചാരിയിരിക്കുക. മുത്തക്കിഈന, അവർ ചാരിയിരിക്കുന്നവരായിരിക്കും. അലാ റഫറഫിൻ ഖുദ്രിൻ. റഫറഫ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആ അർത്ഥങ്ങളൊക്കെ സമാനമാണ്. ഒന്ന് റഫറഫ് എന്ന് പറഞ്ഞാൽ ബെഡിൻ്റെ മേലെ ഇടുന്ന കുഷ്യനുകൾ പോലെയുള്ളതാണ് റഫറഫ്. കുഷ്യനുകൾ, ബെഡിൻ്റെ മേലൊരു കവറിങ് ഇടുമല്ലോ നമ്മൾ, അതേപോലെ അവിടുത്തെ ബെഡിൽ, ശരീറിൽ, അവിടുത്തെ ഫിറാഷിൻ്റെ മേലെയുള്ളതായിരിക്കുന്ന, അല്ലെങ്കിൽ സോഫയിൽ, കസേരകളിലൊക്കെ മേലെയിടുന്ന മഹാബിസുകൾക്ക് അത് പറയും റഫറഫ്. അപ്പോൾ പച്ച, അത് ഖുദർ എന്ന് പറഞ്ഞ പച്ച, പച്ച നിറത്തിലുള്ള അത്തരത്തിലുള്ള മേൽമെത്തകൾ, അതിലവർ ചാരിയിരിക്കുന്ന. തലയണ എന്നും അർത്ഥം നൽകപ്പെട്ടിട്ടുണ്ട്. വിസാദ, തലയണ, അഥവാ സോഫകളിൽ നമ്മൾ ഉറങ്ങാൻ വേണ്ടി ഉപയോഗിക്കുന്നതല്ലാത്ത തലയണകളുണ്ടല്ലോ. ചാരുകസേരകളിലും സോഫകളിലൊക്കെ ഇരിക്കാൻ വേണ്ടി ചെറിയ ചെറിയ തലയണകൾ. അപ്പോൾ മനുഷ്യന് മനസ്സിലാവുന്ന കാര്യങ്ങൾ അള്ളാഹു നമുക്ക് പറഞ്ഞു തരികയാണ്. അങ്ങനെയുള്ളതൊക്കെ അവിടെ ഉണ്ടാവും. അങ്ങനെ ചെറിയ ചെറിയ തലയണകളിൽ അവർ എന്ത് ചെയ്യും? ചാരിയിരിക്കും. ഇത്തക്കഅ യത്തക്കിഉ ഇത്തികാഅൻ വഹുവ മുത്തക്കിഉൻ മുത്തക്കിഈന അലാ റഫറഫിൻ ഖുദ്രിൻ വഅബ്ഖരിയ്യിൻ ഹിസാൻ. അബ്ഖരി എന്ന് പറഞ്ഞാൽ അബ്ഖരിയത്തിൻ്റെ ജംആണ് അബ്ഖരി. കാർപ്പറ്റുകൾക്കാണത് പറയുന്നത്. ബുസുത്ത്, നല്ല നല്ല വിരിപ്പുകൾ, നല്ല നല്ല വിരിപ്പുകൾ, അതിനാണത് പറയുന്നത് അബ്ഖരി. അബ്ഖരിയിൻ ഹിസാൻ, മുന്തിയ ഇനം. മലയാളത്തിൽ എന്താണ് പറയുക? കാർപ്പറ്റ്, ആ പരവതാനി. ബാറക്കല്ലാഹു അഹ്സൻത്, ജസാക്കുമുല്ലാഹു ഖൈർ. നല്ല മുന്തിയ ഇനം പരവതാനികളിലും പച്ച കളറുള്ള തലയണകളിൽ അവർ ചാരിയിരിക്കും. അപ്പം നേരത്തെ പറഞ്ഞ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്താണ് പറഞ്ഞത്?
മുത്തക്കിഈന അലാ ഫുറുഷിൻ ബതാഇനുഹാ മിൻ ഇസ്തബ്റഖ്. അതിൻ്റെ ഉള്ളിലുള്ളത് കട്ടിയുള്ള പട്ടുകൊണ്ടായിരിക്കും, പുറത്തതിനെക്കുറിച്ച് മിണ്ടിയിട്ടേ ഇല്ല. അത് സസ്പെൻസാണ്, പറഞ്ഞില്ല. പക്ഷെ ഇവിടെ മൊത്തത്തിലാണ് പറഞ്ഞത് വാ ബഖരീന ഹിസാൻ. അപ്പോൾ ആദ്യം പറഞ്ഞത് അതിൻ്റെ ഉള്ളിൽ കട്ടിയുള്ള പട്ടായിരിക്കും, അപ്പോൾ പുറത്ത് അതിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നാണ് അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്. അതിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഒളിപ്പിച്ച് വെച്ചതാണ്, നമുക്ക് പറഞ്ഞു തരാതെ വെച്ചതാണ്. എന്നാൽ ഇവിടെ അത് പറഞ്ഞു. അപ്പോൾ മുന്തിയ ഇനം പരവതാനികളിലും അതേപോലെയുള്ള തലയണകളിലുമൊക്കെ ചാരി ഇരുന്ന് ആസ്വദിക്കുന്നവരായിരിക്കും അവർ. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. നിങ്ങളുടെ രക്ഷിതാവിൻ്റെ ഏതേത് അനുഗ്രഹങ്ങളെയാണ് നിങ്ങൾക്ക് നിഷേധിക്കാൻ സാധിക്കുന്നത്? തബാറക ഇസ്മു റബ്ബിക ദിൽ ജലാലി വൽ ഇക്റാം. തബാറക ഐ തആളമ, മഹത്വമേറിയിരിക്കുന്നു, അനുഗ്രഹസമ്പൂർണമായിരിക്കുന്നു. തബാറക യതബാറകു തബാറുക്കൻ. തബാറക ഇസ്മു റബ്ബിക, നിന്റെ റബ്ബിൻ്റെ ഇസ്മ്, നിന്റെ രക്ഷിതാവിൻ്റെ പേര് മഹത്വമേറിയതായിരിക്കുന്നു. എങ്ങനെയുള്ള റബ്ബാണ്? ദിൽ ജലാലി ഐദുൽ അളമ, മഹത്വമേറിയവനായ അള്ളാഹുവിൻ്റെ. വൽ ഇക്റാം, അക്രമ യുക്രിമു ഇക്രാമൻ, ഔദാര്യവാനും മഹത്വമേറിയവനുമായ നിന്റെ റബ്ബിൻ്റെ ഇസ്മ് അനുഗ്രഹസമ്പൂർണമായിരിക്കുന്നു. തബാറക്ക എന്ന് പറഞ്ഞാൽ മഹത്വമുള്ളതാവുക, ഔന്നിത്യമേറുക, തആല എന്നാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട ഹദീസിൽ കാണാം, അലില്ലൂബി യാ ദൽ ജലാലി വൽ ഇക്റാം. ഇത് അള്ളാഹുവിൻ്റെ സിഫാത്താണോ അള്ളാഹുവിൻ്റെ ഇസ്മാണോ എന്ന വിഷയത്തിലൊക്കെ പണ്ഡിത ലോകത്ത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കുക, അലില്ലൂബി യാ ദൽ ജലാലി വൽ ഇക്റാം. ദുആ ചെയ്യുമ്പോൾ ഇടക്കിടക്ക് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നാണ്, യാദൽ ജലാലി വൽ ഇക്റാം, യാദൽ ജലാലി വൽ ഇക്റാം. കാരണം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളതാണ്. ചില ഉലമാക്കൾ പറഞ്ഞത് ഇസ്മുല്ലാഹിൽ അളം, അള്ളാഹുവിൻ്റെ മഹത്വമേറിയ ഇസ്മ ഇതാണ്. അതുകൊണ്ടാണ് ഇസ്മു റബ്ബിക ദിൽ ജലാലി വൽ ഇക്റാം എന്ന് അള്ളാഹുവിൻ്റെ ഇസ്മു പറഞ്ഞിട്ടത് പറഞ്ഞത് അതുകൊണ്ടാണെന്ന് പറഞ്ഞവരുണ്ട്. പക്ഷെ അത് മർജൂഹായ ഖൗലാണ്. വേറെയും ഇതിനേക്കാൾ പ്രബലമായ അള്ളാഹുവിൻ്റെ ഏറ്റവും മഹത്വമേറിയ ഇസ്മ ഏതാണ് എന്നത് ഏറ്റവും ശരിയായ അഭിപ്രായം അല്ലാഹ് എന്നതാണ്. ഇസ്മുല്ലാഹിൽ അഅളം, അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ ഇസ്മ ഏതാണ്? അല്ലാഹ്. അതുകൊണ്ട് മറ്റു പേരുകളൊക്കെ പറയുമ്പോഴും അള്ളാഹ്ക്ക് ഇത്ര പേരുണ്ട് എന്നാണ് പറയാം. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, ഇന്ന ലില്ലാഹി തആല അല്ലാഹ്, ഖുൽ ഹുവല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ. അതാണ് ഇസ്മുൽ ജലാല. ഇസ്മു അൽ ജലാല എന്ന് തന്നെയാണ് അതിൻ്റെ പേര് പോലും. അപ്പോൾ ഇസ്മുല്ലാഹിൽ അഅളം അള്ളാഹുവാണ്. അപ്പോൾ ഈ 99 നാമങ്ങൾ, അള്ളാഹു ഉൾപ്പെടെയുള്ള നമുക്ക് പഠിപ്പിക്കപ്പെട്ട 99 നാമങ്ങൾ, അതിൽ കൂടുതൽ നാമങ്ങളും അള്ളാഹുവിനുണ്ട്. ആ നാമങ്ങളൊക്കെ എന്താണ്? തബാറക. ആ നാമങ്ങൾ പോലും എന്താണ്? മഹത്വമേറിയതാണ്, മഹത്വമേറിയതാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ ദുആകളിലൊക്കെ യാദൽ ജലാലി വൽ ഇക്റാം, മഹത്വത്തിൻ്റെയും ഔദാര്യത്തിൻ്റെയും ഉടമസ്ഥനെ എന്ന് നമ്മൾ പറയണം. ജലീൽ എന്ന് പറഞ്ഞാൽ മഹത്വമേറിയവൻ, ജലാലത്ത് മഹത്വം. ഇക്റാം എന്നിവിടെ പ്രത്യേകം പറയാൻ കാരണം, ഇക്റാം എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു അക്റമ യുക്രിമു ഇക്റാമൻ, സൃഷ്ടികൾക്ക് അള്ളാഹു നൽകുന്ന ആദരവിനാണ് എന്ത് പറയുന്നത്? ഇക്റാം എന്ന് പറയുന്നത്. എല്ലാ സൃഷ്ടികൾക്കും അതിൽ മനുഷ്യർക്ക് കൂടുതലാണ്. വലഖദ് കറംനാ ബനി ആദം, ആദമിൻ്റെ മക്കൾക്ക് നാം കൂടുതൽ കറാമത്ത് നൽകിയിരിക്കും. അത് നിഅമത്തിനേക്കാൾ മേലെ നിൽക്കുന്നതാണ്. കാരണം നിഅമത്ത് മുസ്ലിമിനും കിട്ടും, കാഫിറിനും കിട്ടും, മുവഹിദിനും കിട്ടും, മുശ്രിക്കിനും കിട്ടും നിഅമത്ത്. പക്ഷെ കറാമത്ത് ആർക്ക് മാത്രമേ ഉള്ളൂ? വിശ്വാസികൾക്ക് മാത്രമേ ഉള്ളൂ. അതാണ് ഇക്റാം എന്ന് പറയുന്നത്. കറാമത്ത് എന്ന് പറഞ്ഞാൽ അത് വലിയ സ്ഥാനവും ഔദാര്യവുമാണ്, വലിയ സ്ഥാനം നൽകലാണ്. എല്ലാ മുസ്ലിങ്ങളും കറാമത്തുള്ളവരാണ്. അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദ.
ഇന്നാൾക്ക് കറാമത്തുണ്ട്. ഏയ്, മുസ്ലിമീങ്ങൾക്ക് മൊത്തം കറാമത്തുണ്ട്. എല്ലാ മുസ്ലിമീങ്ങളും കറാമത്തുള്ളവരാണ്. ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവർക്ക് പറയാനുണ്ടാവും അവരുടെ കറാമത്ത്. അള്ളാഹു അവരെ സഹായിച്ചത് വേറെ ആരും അറിയാതെ അള്ളാഹു അവരെ സഹായിച്ച കഥകൾ ഓരോ മുസ്ലിമിനും പറയാനുണ്ടാവും. അതിൻ്റെ ഭൗതികമായ വജീഹ് കാണാൻ കഴിയില്ല, പക്ഷേ പറയാനുണ്ടാവും. പിന്നെ അതിൽ ഏറ്റക്കുറവുകൾ ഉണ്ടാകുന്നു മാത്രം, അതിൽ ഏറ്റക്കുറവുണ്ടാകും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അള്ളാഹുവിനെ ഭയപ്പെടുന്നവർക്കൊരു പോംവഴി അള്ളാഹു ഉണ്ടാക്കി കൊടുക്കും. അവർ കണക്കാക്കാത്ത രൂപത്തിൽ അവർക്ക് റിസ്ക് നൽകും. ഇതിനാ കറാമത്ത് എന്ന് പറയുന്നത്, വേറൊന്നുമല്ല. നമ്മളുടെ കാൽക്കുലേഷൻ അപ്പുറത്തുള്ള സഹായം, അതാണ് കറാമത്ത്. അതാണ് ദിൽ ജലാലി വൽ ഇക്റാം. ദുആയിൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കണം. കാരണം ദുആ തന്നെ എന്തിനു വേണ്ടിയുള്ളതാണ്? സാധാരണ നിലക്ക് പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്കുള്ള കാര്യമാണ് ദുആയിൽ ഉണ്ടാവുക. അതുകൊണ്ടാണ് അത് സൃഷ്ടികളോട് ഒരിക്കലും ചോദിക്കരുതെന്ന് പറയാനുള്ള കാരണം. അല്ലാത്തൊക്കെ ചോദിക്കാമല്ലോ, വെള്ളം തരൂ, ഡ്രസ്സ് അലക്കിത്ത, ഭക്ഷണം വെച്ചതാ, ഇതൊന്നും ദുആ അല്ല. കാരണം അതൊന്നും സാധാരണ നിലക്കപ്പുറത്തേക്കുള്ള ചോദ്യമല്ല. സാധാരണ നിലക്കപ്പുറത്തേക്കുള്ള ചോദ്യമാണ് ദുആ. അത് അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ. അവിടെ അലില്ലു ബിയാദൽ ജലാലി വൽ ഇക്റാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. മാത്രമല്ല തബാറക ഇസ്മു റബ്ബിക, നിൻ്റെ റബ്ബിൻ്റെ ഇസ്മു ബറക്കത്തേറിയതാകുന്നു. അൽ അല്ലാമത്തുൽ മുഅല്ലിമി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, വ അസ്മാഉല്ലാഹി തബാറക വ തആല കസീറത്തുൽ ബറക. അള്ളാഹുവിൻ്റെ എല്ലാ ഇസ്മുകളും, ആ പേരുകൾ പോലും ബറക്കത്തുള്ളതാണ്. ഫബിഹാ തുസ്തഫാദുൽ ഖൈറാത്ത്, ഒരുപാട് ഖൈറാത്തുകൾ ഈ ഇസ്മിലൂടെയാണ് കിട്ടുന്നത്. ഇത് ബിഹാ യുദ്ആ സുബ്ഹാനഹു ഫയുജീബ്. ആ അസ്മാകൾ വെച്ചുകൊണ്ട് റബ്ബിനോട് ദുആ ചെയ്താൽ ഉത്തരം കിട്ടും. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. ഈ പേര് വെച്ച് നിങ്ങൾ ദുആ ചെയ്തോളൂ, അതിന് ഉത്തരമുണ്ട്. വയുസ്തആനു ഫയുഈൻ, ഈ പേര് പറഞ്ഞുകൊണ്ട് ഇസ്തിആന നടത്തിയാൽ സഹായം കിട്ടും. വയുസ്തഗാസു ഫയുഗീസ്, ഈ പേര് പറഞ്ഞുകൊണ്ട് ഇസ്തിഗാസ നടത്തിയാൽ അതിനും ഉത്തരം കിട്ടും. വയുസ്തഗ്ഫറു ഫയഗ്ഫിർ, ഈ പേര് കൊണ്ടാണ് അള്ളാഹു ഇസ്തിഗ്ഫാർ ചെയ്യപ്പെടുന്നത്, അപ്പോൾ അള്ളാഹു പുറത്തു തരും. വബിഹി യുവഹദു വയുമജ്ജദു വയുഹ്മദു വയുസബ്ബഹ്, തസ്ബീഹും തക്ബീറും തഹ്ലീലും തംജീദും എല്ലാം അള്ളാഹുവിൻ്റെ പേര് കൊണ്ടാണ്. ഇലാ ഗൈരി ദാലിക്, എല്ലാ ബറക്കാത്തുകളും ഇബാദത്തുകൾ മൊത്തം എല്ലാം അള്ളാഹുവിൻ്റെ അസ്മാകളുമായി ചുറ്റിപ്പിണഞ്ഞു നിൽക്കുന്നു. പരിശുദ്ധ ഖുർആനിലെ 1-ാമത്തെ അധ്യായത്തിലെ 1-ാമത്തെ ആയത്ത് തന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം, പരമകാരുണ്യനും കരുണാവാരിധിയുമായിട്ടുള്ളവൻ. ഈ അധ്യായത്തിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ നോക്കൂ. തുടങ്ങുന്നത് അർ റഹ്മാൻ, അവസാനിക്കുന്നത് തബാറക ഇസ്മു റബ്ബിക ദിൽ ജലാലി വൽ ഇക്റാം. അള്ളാഹുവിൻ്റെ ഇസ്മു കൊണ്ട് തുടങ്ങി ആ ഇസ്മു മഹത്വമേറിയതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനിക്കുന്നത്. മനുഷ്യരും ജിന്നുകളും കൂടി ചേർന്നാൽ പോലും തത്തുല്യമായ ഒരു അധ്യായം കൊണ്ടുവരാൻ കഴിയില്ല. എന്നിട്ടല്ലേ ഖുർആൻ. എന്താണ് അതിൻ്റെയൊക്കെ ഒരു തുടക്കവും ഒടുക്കവും? അതിലെ ആ വൈരുദ്ധ്യമില്ലായ്മ തന്നെ മഹാത്ഭുതമാണ്. വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹ് ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറാ. ഇത് അല്ലാഹുവിൽ നിന്നല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്കൊരുപാട് വൈരുദ്ധ്യങ്ങൾ കാണാമായിരുന്നു. വൈരുദ്ധ്യങ്ങളില്ലാത്ത ഗാംഭീര്യം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന, ആശയങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന അള്ളാഹുവിൻ്റെ ഓരോ വചനങ്ങൾ, ഓരോ അൽഫാദുകൾ. ഈ ഖുർആൻ നമുക്ക് നൽകിയ അള്ളാഹു പരമകാരുണികനല്ലാതെ വേറെ ആരാണ്? കരുണാവാരിധിയല്ലാതെ വേറെ ആരാണ്? ഈ ഖുർആൻ പഠിക്കാനുള്ള തൗഫീഖ് നൽകിയ റഹ്മാനായ റബ്ബിന് സർവ്വസ്തുതിയും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹു നമ്മെ മുസ്ലിമീങ്ങളായി ജീവിപ്പിക്കുകയും മുസ്ലിമീങ്ങളായി മരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. ഖുർആനിൻ്റെ അഹ്ലുകാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അത് ഹിഫ്ളാക്കലും അത് പാരായണം ചെയ്യലും അതിൻ്റെ അർത്ഥം പഠിക്കലും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കലും ഒരു വലിയ ലഹരിയായി കൊണ്ട് നടക്കുക. ഇൻഷാ അള്ളാഹ് അതിൻ്റെ എല്ലാ ബറക്കത്തും നമുക്ക് ഇരുലോകത്തും കാണാൻ കഴിയും. എല്ലാ ഔന്നിത്യവും ഇൻഷാ അള്ളാഹ് ഖുർആനിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളും ഈ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നീക്കിത്തരും. ബിലാ ശക്ക്, ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് ഖുർആനിനെ മുറുകെ പിടിക്കുക,
അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.